സതീശൻ ഫണ്ട് തട്ടിയോ ഇല്ലയോ? ഇനി ഞങ്ങൾ ആരും പറയുന്ന ശ്രദ്ധിക്കേണ്ട. ഒരു പരാതിക്കാരൻ, അതും എറണാകുളം ജില്ലയിൽ പറവൂരിൽ നിന്ന് 12 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ജെയ്സൺ പാഞ്ഞിക്കുളങ്ങര. അദ്ദേഹം പ്രളയകാലത്ത് സതീശന്റെ കൃത്രിമ വേല കണ്ട് നിവർത്തിയില്ലാതെയാണ് പരാതിയുമായിട്ട് ഇറങ്ങിയത്. ആ നാട്ടിലെ വയോധികനായിട്ടുള്ള പ്രായമേറിയ ഒരു വ്യക്തി സതീശന്റെ ചെയ്തികൾ കണ്ടിട്ട് സതീശന്റെ പഴയ കാലത്തെക്കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യമുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും MLA എന്നുള്ള നിലയ്ക്ക് യാതൊരു പ്രിവിലേജും ഇല്ലാതെ നാട്ടിലൊരു പ്രളയമുണ്ടായതിന്റെ പേരിൽ നിയമവിരുദ്ധമായിട്ട് പിരിവെടുക്കാൻ പോയതിന്റെ ഉദ്ദേശം എന്ത് എന്നതിന്റെ പിന്നിൽ അന്വേഷിച്ചു പോയെടുത്താണ് സതീശന്റെ തട്ടിപ്പ് പുറത്തേക്ക് വരുന്നത്. ആ തട്ടിപ്പ് പുറത്തേക്ക് വരുമ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സതീശ ചാവേറുകൾ രംഗത്തിറങ്ങി പരാതിക്കാരെയെല്ലാം വായ്മൂടി കെട്ടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിലെ, അറിയാലോ, ഫാൻസ് അസോസിയേഷൻ അഥവാ വേണമെങ്കിൽ പെൺ സതീശൻ എന്ന് പറയാം, അവർ ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എങ്ങനെ? പരാതിക്കാരനെ ക്രോസ് ചെയ്ത് ജഡ്ജിയാകാൻ ശ്രമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം മറുപടി പറയുകയാണ്. 11 മിനിറ്റ് എടുത്ത് പറഞ്ഞ മറുപടി നിങ്ങൾ കേൾക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വയം വിലയിരുത്തും. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് സതീശനെ വെള്ള പൂശാൻ വേണ്ടി പലയിടങ്ങളിലും സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണോ അതോ സതീശൻ കൃത്രിമത്വം കാട്ടിയതാണോ എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം. അതിന്റെ ഇടയ്ക്ക് പലപ്പോഴും സതീശന് വേണ്ടി വാദിക്കുന്നത് പോലെ അവതാര ജഡ്ജിയുടെ ഇടയ്ക്കിടെയുള്ള ആ കുത്തൽ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പരാതിക്കാരനേക്ക് പോവുകയാണ്. ജേസൺ പാനിക്കുളങ്ങര, അങ്ങ് നൽകിയ പരാതി, അങ്ങ് ഒന്നിലധികം തവണ പരാതി നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യത്തെ പരാതി എപ്പോഴായിരുന്നു? ഏത് വർഷമായിരുന്നു? ഈ പരാതിയെ കുറിച്ച് പറയുമ്പോൾ ഇത് പുനർജനി പദ്ധതിയുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് തന്നെ തെറ്റായിട്ട് മാധ്യമങ്ങളും മറ്റ് ഏജൻസികളൊക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു പുകമറയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇത് ഒരു പൗരൻ പാലിക്കേണ്ട നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ആ നിയമലംഘനം നടത്തിയത് ആരായാലും നിയമലംഘനം നടത്തി വിദേശ രാജ്യങ്ങളിൽ പോയി പൈസ പിരിച്ചു എന്നുള്ളതാണ് കേസ്. ഒരു വ്യക്തി ഈ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള മിനിമം നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യമായി തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പൈസ പിരിക്കണമെങ്കിൽ ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ പെർമിഷൻ ഉണ്ടായിരിക്കണം. ആ പെർമിഷൻ ഞാൻ 2020 8 മാസം 3 തീയതി കേന്ദ്ര ഇൻഫർമേഷൻ ഓഫീസർക്ക്, എക്സ്റ്റേണൽ അഫയർ ഓഫീസർക്ക് ഞാൻ ഈ പറയുന്ന വിവരാവകാശ പ്രകാരം കൊടുക്കുകയും ആ വിവരാവകാശത്തിൻ്റെ, അതായത് ആ വിവരാവകാശത്തിൽ ചോദിച്ചിട്ടുള്ളത്, it is the Foreign Affairs Ministry had given the permission to Mr. V.D. Sadishan MLA of Kerala Legislative Assembly to go and collect any relative funds from any country from the period of 2017 to 2018. Question number 2, if you had given any permission to collect the amount from abroad, please give us the documents. എന്ന് പറഞ്ഞ് 2020 8 മാസത്തിൽ കൊടുത്തതിന് ചോദ്യത്തിന് വിവരാവകാശ പ്രകാരം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇഫ് യു ആർ അഗ്രീവ്ഡ് വിത്ത് ദ റിപ്ലൈ യു മേ ഫയൽ ആൻ അപ്പീൽ ടു ശ്രീ R.K. ഉപാധ്യായ, ഡയറക്ടർ കോർഡിനേഷൻ എന്ന് പറഞ്ഞിട്ട് ആ മറുപടി കൂടി കിട്ടി. അങ്ങനെ ഒരു റിപ്ലൈ അവർക്ക് കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല, റിസർവ് ബാങ്കിന്റെയും പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ് അന്ന് എനിക്ക് തന്നിട്ടുള്ള മറുപടി. ആ 2 മറുപടിയുടെയും കൂടി അടിസ്ഥാനത്തിലാണ് അന്ന് 2020 നവംബർ മാസം 6 തീയതി ഞാൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന് കൃത്യമായ ഒരു വലിയ പരാതി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാതി കൊടുത്തിരുന്നു. ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ നിന്നൊരു പൗരൻ, ആ പൗരൻ വിദേശത്ത് പോയി പൈസ സമ്പാദിക്കണമെങ്കിൽ, കളക്ട് ചെയ്യണമെങ്കിൽ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെയും RBIയുടെയും പെർമിഷൻ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ കോപ്പി വിജിലൻസ് കേന്ദ്ര
വിജിലൻസിന് കൊടുത്ത പരാതി അത് കേരളത്തിലെ വിജിലൻസ് അതോറിറ്റിക്ക് കൈമാറുകയുണ്ടായി. ശരി. അതിന്റെ അന്വേഷണം നടത്തി നിജസ്ഥിതി കണ്ടെത്തണമെന്ന്. അപ്പോ ഇത് 3 വസ്തുതകൾ. അപ്പൊ അതിനകത്ത് പറയുന്നത് ഒരു പത്രപ്രവർത്തകൻ, ഒരു പൊതുജന സേവകൻ, ഉദ്യോഗസ്ഥൻ തുടങ്ങിയ ഏതെല്ലാം കാറ്റഗറിയിലുള്ള ആളുകളുണ്ടോ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ പൈസ സമ്പാദിക്കാൻ പൊതുസമൂഹത്തിൽ നിന്ന്, മറ്റൊരു രാജ്യത്തെ പൊതുസമൂഹത്തിൽ നിന്ന് പൈസ പിരിക്കാൻ പാടില്ല. അങ്ങനെ പിരിച്ചാൽ അത് ഫെറ, ഫെമ തുടങ്ങിയ. ശ്രീ ജെയ്സൺ, ഇതിപ്പോൾ വി ഡി സതീശൻ പൈസ പിരിച്ചു എന്നതിന് അങ്ങേക്ക് എന്ത് തെളിവാണ് ലഭിച്ചിട്ടുള്ളത്? വി ഡി സതീശൻ പൈസ പിരിച്ചിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അങ്ങനെ പൈസ പിരിക്കാത്ത ഒരാളെ കുറിച്ച്, പൈസ പിരിക്കാത്ത ഒരാൾ എന്ത് പെർമിഷൻ നേടണമെന്നാണ് അങ്ങ് പറയുന്നത്? അദ്ദേഹം അവിടെ പോയി നടത്തിയ പ്രസംഗമാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ ആ പ്രസംഗം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അത് അവിടെ പോയി സഹായ അഭ്യർത്ഥന നടത്തുന്നതാണ്. നിങ്ങൾ പണം നൽകണം, പണം നൽകി സഹായിക്കണമെന്ന അഭ്യർത്ഥന നടത്തുന്നതാണ്. ഒരു പൊതുസേവകൻ എന്ന നിലയ്ക്ക് ഏത് രാഷ്ട്രീയ നേതാക്കൾക്കും മലയാളി അസോസിയേഷനിലൊക്കെ പോയി ഇങ്ങനെ സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചതിന്റെ ഒരു വീഡിയോ ആണ് അങ്ങയുടെ തെളിവെങ്കിൽ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും അങ്ങ് കണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു ചട്ടം ലംഘനം വി ഡി സതീശൻ നടത്തിയതായിട്ട് തെളിഞ്ഞിട്ടില്ല. ഇതാരാണ് ഈ പണം കൈകാര്യം ചെയ്തത്? ഒരു സന്നദ്ധ സംഘടനയാണ്, മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. ആ സംഘടനയ്ക്കാകട്ടെ ഈ തരത്തിൽ വിദേശ പണം സ്വീകരിക്കാനുള്ള ലൈസൻസ് ഉണ്ട് താനും. അപ്പോൾ പിന്നെ കേസ് അവിടെ പൊളിയുകയല്ലേ? അപ്പോൾ അങ്ങയുടെ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഇങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം അങ്ങേക്കുണ്ടോ? വളരെ കൃത്യമായ കാരണമുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, ഈ പറയുന്ന അദ്ദേഹം വിദേശ രാജ്യത്ത് പോയി വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു ലഞ്ച് മീറ്റിംഗിൽ അദ്ദേഹത്തിന് ഇവിടെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി 50 പൗണ്ട് വെച്ച് നൽകണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് എനിക്ക് പൈസ കിട്ടി എന്നും ആ കിട്ടിയ പൈസ ബർമിംഗ്ഹാമിലുള്ള ഒരു ലേഡി ഇവിടെ കൊണ്ടുവന്ന് പറവൂർ ടൗണിൽ ഹാളിൽ വിതരണം ചെയ്തു എന്നും വളരെ കൃത്യമായി സതീശൻ തന്നെ പറവൂരിൽ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വെളിപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, ആ കിട്ടിയ പൈസ ഈ പറയുന്ന സ്ത്രീ പറവൂരിൽ കൊണ്ടുവന്ന് ചെക്കായി ആളുകൾക്ക് വിതരണം ചെയ്തു എന്ന് സതീശൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറയുന്നത്, ഞാൻ ഒരു വിദേശ നിയമസഭയിൽ വെച്ചിട്ടുള്ള രേഖ അനുസരിച്ച് തന്നെ അദ്ദേഹം പറയുന്നത്, ഞാൻ വിദേശ രാജ്യത്ത് പോയി 1 രൂപ പിരിച്ചിട്ടില്ല എന്നാണ്. ഇതേ പറയുന്ന ഇപ്പോ നിങ്ങൾ പറയുന്ന അതേ വാദഗതി തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അതിന്റെ വീഡിയോ റെക്കോർഡിങ്ങും ഇതിന്റെ ഒപ്പം നമ്മൾ വിജിലൻസിന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൈസ ചോദിക്കുന്നതിന്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ രേഖകളും നമ്മൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇല്ല എന്ന് പറയാൻ, ഉണ്ട് എന്ന് പറഞ്ഞത് നിഷേധിക്കേണ്ട ബാധ്യത ഇല്ല എന്ന് പറയുന്ന ആൾക്കുണ്ട്. വെറുതെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൽ കളവ് നടത്തിയ ശേഷം ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ നിയമലംഘനം നടത്തിയിട്ടില്ല, അതിനൊരു വലിയ ഉദാഹരണമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ 2018 പ്രളയകാലത്തിന് ശേഷം ഈ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ ചോദിക്കുകയും പിരിവ് നടത്താനുള്ള അനുമതി ചോദിക്കുകയും ചെയ്തു. അന്ന് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ആ അനുമതി നിഷേധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രിമാർക്കോ ആർക്കോ ഈ പറയുന്ന വിദേശ രാജ്യത്ത് പോയി പൈസ പിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാലയളവിൽ ഒരു നിയമസഭാ സാമാജികൻ മാത്രമായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ പൈസ പിരിക്കാൻ കഴിഞ്ഞു? ആ പിരിക്കാൻ കഴിഞ്ഞത് തെറ്റായിട്ടൊരു നിയമവിരുദ്ധ നടപടിയാണ്. അപ്പൊ അതില്ല എന്ന് പറയണമെങ്കിൽ വെറുതെ ഞാൻ പറവൂരിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അകലെ പാറക്കടവ് എന്ന് പറയും, ആ പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്, ചാലക്കുടി പുഴ തീരത്ത്. ശരി. അപ്പോൾ ഈ പ്രളയത്തിൽ പറവൂരിന്റെ അവസ്ഥ എന്തായിരുന്നു അങ്ങേക്കും അറിയാവുന്നതാണല്ലോ അല്ലേ? പ്രളയത്തിൽ ഞാനും വളരെ സജീവമായി ആ പ്രളയത്തിന്റെ ബുദ്ധിമുട്ട് അറിയുകയും അതിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുള്ള ആളാണ്. ആ കാര്യവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. എല്ലായിടത്തും ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് പിരിവുകൾ നടത്തിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പുനർജനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്.
അതവിടെ പുനർജനി പക്ഷേ എന്ന സംവിധാനം വഴി നിയമലംഘനം വേറെ. നോക്കൂ, പ്രതിപക്ഷ നേതാവ് ഇതിന് നൽകിയിരിക്കുന്ന മറുപടിയും വിജിലൻസ് എത്തിയിരിക്കുന്ന കൺക്ലൂഷനും പുനർജനി എന്ന സംവിധാനം വഴി ഈ തരത്തിൽ ഈ സന്നദ്ധ സംഘടനകൾ, അത് പല സംഘടനകളുണ്ട്, ഈ ചിറ്റിലപ്പള്ളിയുടെ അടക്കമുള്ള സംഘടനകളുണ്ട്, ആ സംഘടനകളിൽ നിന്നും പണം നൽകാൻ, അതായത് ഇത് യോഗ്യരാണോ, വീട് നഷ്ടപ്പെട്ടതാണോ, ഈ ജീവിതോപാധി നഷ്ടപ്പെട്ടവരാണോ, വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടവരാണോ, അങ്ങനെ അവരിൽ നിന്നും ഈ അപേക്ഷ സ്വീകരിക്കുന്നു. ആ അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം അവർ യോഗ്യരാണ് എന്ന് കണ്ടെത്തിയാൽ ഈ സ്പോൺസറുമായി കണക്ട് ചെയ്യുന്നു. ഈ കണക്ട് ചെയ്യുന്ന ഒരു റോൾ മാത്രമേ പുനർജനി എന്ന സംവിധാനത്തിലുള്ളൂ. പുനർജനി എന്ന സംവിധാനം പ്രതിപക്ഷ നേതാവിന്റേതാണ്. അതാണ് എനിക്ക് കിട്ടിയെന്ന രൂപത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം പിന്നെ അവർ തമ്മിലാണ് മുഴുവൻ പരിപാടികളും, പണം നൽകലും വീട് നിർമ്മിച്ചു കൊടുക്കലും ഒക്കെ അവർക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ 196 വീടുകൾ പ്രളയകാലത്ത് പൂർണ്ണമായും വീട് തകർന്നാൽ 196 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നും പിന്നീട് 4 വീടുകൾ അടങ്ങുന്ന ഫ്ളാറ്റ് സമുച്ചയം നൽകിയെന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വിജിലൻസിന്റെ കണ്ടെത്തലും പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു പണം വന്നിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അപ്പോൾ അങ്ങേക്ക് ഇതിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. ഒരു MLA, ആ MLAയുടെ മണ്ഡലത്തിലെ ജനങ്ങളുടെ അവസ്ഥയിൽ ഇടപെടുന്നതിനെ എങ്ങനെയാണ് അങ്ങ് വേറെ രൂപത്തിൽ സംശയിക്കുന്നത്? മണ്ഡലത്തിലെ MLA ഇടപെടുന്നതിനെ അല്ല ഞാൻ സംശയിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു നിയമം നിലനിൽക്കെ ആ നിയമലംഘനം നടത്തിയതിന് ശേഷം അതുവഴി ശേഖരിക്കപ്പെട്ട പൈസ, മണപ്പാട്ട് ഫൗണ്ടേഷനോ ആരും XOR അതൊക്കെ രണ്ടാമത് വരുന്നതാണ്. എത്ര പൈസ കളക്ട് ചെയ്തു, ഏത് ഏജൻസി വഴി കളക്ട് ചെയ്തു, ഇതെല്ലാം രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലൊരു നിയമം, ഇല്ലാത്ത നിയമം നടപ്പാക്കാൻ, അതായത് നിയമത്തിൽ വിദേശ നിയമം അനുസരിച്ച് കൃത്യമായി പറയുന്നുണ്ട്, നോ പേഴ്സൺ ഹാവ് എ റൈറ്റ് ടു കളക്ട് എനി എമൗണ്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ്. ഇത് കൃത്യമായി സതീശൻ തന്നെ പറയുന്നുണ്ട്. ബർമിംഗ്ഹാം ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും, പുനർജനിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി MLA പൈസ കളക്ട് ചെയ്തു എന്ന് പറയുന്നതും ശരി. സർക്കാരിന് കിട്ടാത്ത കാര്യം അങ്ങ് പറയുമ്പോൾ സർക്കാർ എന്ന സംവിധാനത്തിലാണ് പോയത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് അങ്ങനെയല്ല. അവിടുത്തെ സംഘടനകളുടെ ക്ഷണം സ്വീകരിച്ചു പോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ പോയി ആ പണം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. കേട്ടല്ലോ. ഇനി ഓരോരുത്തർക്കും വിലയിരുത്താം. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് സതീശൻ വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാണ്, തെറ്റ് ചെയ്യാത്ത ഉണ്ണിയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് PR കമ്പനികളുടെ എല്ലാം ഔദാര്യം പറ്റിയിരിക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് തന്റെ സ്വാധീനം വെച്ചിട്ടും തന്റെ അണ്ടർഗ്രൗണ്ട് അന്തർധാരകൾ വെച്ചിട്ടും പോലീസിനകത്തുള്ള ചില സ്വാധീനങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഈ അന്വേഷണത്തെ വളച്ചൊടിച്ച് തനിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയെങ്കിലും സാങ്കേതികമായി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ സതീശൻ തന്നെ തുറന്ന് സമ്മതിച്ച പണം ആർക്കൊക്കെ കിട്ടി, ആർക്കൊക്കെ വീട് കൊടുത്തു, ഇവിടെ ചെക്കായിട്ട് ആ പണം കൊണ്ടുവന്നു എന്ന് സ്ഥിരീകരിച്ച സതീശൻ അത് എവിടെയാണ്, ആരാണ്, എന്താണ് എന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ വിശദീകരിക്കാനും ആ തിരുവനന്തപുരത്തുകാരി ആരാണ് ഈ നാടിന്റെ മുന്നിൽ റിവീൽ ചെയ്യാനും ഉത്തരവാദിയല്ലേ? നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിവരം വന്നാൽ അവരുടെ വീട് തേടി പോകുന്ന ഒരു പതിവ് ശൈലി നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പതിവ് ശൈലി തൽക്കാലം സതീശന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നില്ല. അവർക്ക് അതിന് എന്തോ ഒരു ഉത്സാഹക്കുറവ് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ തന്നെ പരാതിക്കാരനെ വിളിച്ചു വരുത്തിയതിനു ശേഷം ലോകത്തെവിടെയെങ്കിലും പരാതി ഉന്നയിക്കുന്ന വ്യക്തിയെ ആരെങ്കിലും ക്രോസ് ചെയ്യാറുണ്ടോ? അയാൾക്ക് നിയമലംഘനം നടന്നു എന്ന് ബോധ്യപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണങ്ങൾ തെളിയുകയാണ്. പക്ഷേ ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അയാൾക്ക് വേണ്ടി നാവായി മാറുന്ന ചില മാധ്യമ അടിമകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിത് രാഹുൽ മാങ്ങാണ്ടിയെ ന്യായീകരിക്കാൻ ചിലർ വരുന്നത് കാണാൻ പറ്റും. ഇത് രാഹുൽ ഈശ്വറിന് വേണ്ടി സംസാരിക്കുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ ഈ നാട്ടിൽ കൊള്ളരുതായ്മകൾ ചെല്ലുന്നവർക്ക് ചുറ്റും PR ടീമുകളെ നിർത്തി അവർക്ക് വേണ്ടി വാദിച്ച് ആടിനെ പട്ടിയാക്കുന്നത് എങ്ങനെയെന്ന് ഈ പരാതിക്കാരന്റെ പ്രതികരണവും അതിന് നേരെ വരുന്ന ചോദ്യങ്ങളും തെളിയിക്കുന്നുണ്ട്.